നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീരദേശ ദിവസങ്ങളായി നിലനിൽക്കുന്ന ആശങ്കയ്ക്ക് ഒരു പരിധിവരെ വിരാമമിടാൻ സർക്കാർ ഒരു പ്രചാരണത്തിന് തയ്യാറാകാൻ ഒരുങ്ങുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറിനുള്ളിലെ സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതായിരുന്നു ജനങ്ങളുടെ പ്രധാന സംശയം. കാരണം ഈ മത്സ്യത്തെ ഭക്ഷിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ മലയാളികൾ ചിലപ്പോൾ തീൻ മേശയിൽ നിന്ന് തന്നെ ഈ മീൻ ഒഴിവാക്കിയേക്കാമെന്ന ആശങ്കയാണ് ഉടലെടുത്തത്. ഇപ്പോൾ കടൽ മത്സ്യം കഴിക്കുന്നതിൽ ഒരാശങ്കയും വേണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറിനുള്ളിലെ വിഷാംശമുള്ള മാലിന്യമാണ് കടൽ തീരത്തടിഞ്ഞെന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ശരിയല്ല. അപകടകരമായ സാഹചര്യം ഇപ്പോൾ ഒരിടത്തുമില്ലെന്ന് പലതരത്തിലുള്ള ചർച്ചകൾ ഉറപ്പു ലഭിച്ചതായി മന്ത്രി സജി ചെറിയാൻ പറയുന്നു. മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്ത യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീതി ഒഴിവാക്കാൻ ഈ മത്സ്യം കഴിക്കാമെന്ന പ്രചാരണം തുടങ്ങാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം പരിശോധിക്കണമെന്നും നഷ്ടപരിഹാരത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഡോൾഫിൻ ചത്തുപൊങ്ങിയതിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. അടിഞ്ഞ തറയിൽ കടവിൽ നിന്ന് 200 മീറ്ററോളം തെക്കുമാറി അഴീക്കോടൽ നഗറിന് സമീപമാണ് ഡോൾഫിന്റെ ജഡം കണ്ടെത്തിയത്. ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കടപ്പുറങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തീരം സന്ദർശിച്ച നങ്ങ്യാർകുളങ്ങര TKMM കോളേജിലെ സുവോളജി വിഭാഗം മേധാവി S ഷീലയാണ് ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പഞ്ഞിത്തുണി നിറച്ച കണ്ടെയ്നറാണ് ആറാട്ടുപുഴയിൽ അടിഞ്ഞത്. പഞ്ഞിത്തുണി ഭക്ഷിച്ചതാകാം ഡോൾഫിൻ ചാകാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുങ്ങിയ കപ്പലിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന 27 ടണ്ണോളം ഉപയോഗശൂന്യമായ എണ്ണ ഉണ്ടായിരുന്നതായാണ് സംസ്ഥാന GST ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി ഇവ കടലിൽ പരന്നാൽ മത്സ്യങ്ങളെയും മറ്റും ദോഷമായി ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉപയോഗശൂന്യമായ എണ്ണ വൻതോതിൽ സംസ്ഥാനത്തേക്ക് കടത്തുന്നുവെന്നാണ് GST ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ നൽകുന്ന സൂചന. സംസ്ഥാന വ്യാപകമായി വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ ഒരു ഡീലറുടെ വാട്സാപ്പ് സന്ദേശത്തിൽ നിന്നാണ് നിർണായക വിവരം ലഭിച്ചത്. സംഭവത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് കസ്റ്റംസ് അടക്കമുള്ള വിഭാഗങ്ങളാണ്. വർക്ക്ഷോപ്പുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ എഞ്ചിൻ ഓയിൽ അടക്കം ശേഖരിച്ച് സംസ്കരിച്ച് ബയോ ഡീസൽ എന്ന പേരിൽ വിൽക്കുന്ന ശൃംഖലയെ കഴിഞ്ഞ ദിവസം GST ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയിരുന്നു. വൻ നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. പാലക്കാട് 5ഉം കൊച്ചിയിൽ 9ഉം ചെറിയ റിഫൈനറികൾ സ്ഥാപിച്ചാണ് ഇവർ എണ്ണ സംസ്കരിക്കുന്നത്. സസ്യ എണ്ണ, മൃഗക്കൊഴുപ്പ് തുടങ്ങിയവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി സൗഹൃദ എണ്ണയാണ് ബയോഡീസൽ. ഇതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗശൂന്യമായ എണ്ണ സംസ്കരിച്ച് സംസ്ഥാന വ്യാപകമായി വിൽക്കുന്നതാണ് രീതി. മത്സ്യബന്ധന ബോട്ടുകളിലും ക്വാറികളിലെ യന്ത്രങ്ങളിലും ടാറിംഗ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിലുമാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത്. തീരമേഖലയോട് ചേർന്നുള്ള ഇന്ധന പമ്പുകളിൽ ഡീസൽ ചെലവ് വൻതോതിൽ കുറയുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു GST ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധന. നിലവിലെ സാഹചര്യത്തിൽ വിഷാംശവും എണ്ണയും എത്രമാത്രം പടർന്നുവെന്ന് അറിയില്ലെന്നും ഇത് കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം മീൻ ഭക്ഷിക്കുന്നതാണ് നല്ലതെന്നുമാണ് കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ A ബിജുകുമാർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. കരയിൽ അടിഞ്ഞ പ്ലാസ്റ്റിക്കിനേക്കാൾ വില്ലൻ കടലിൽ പടർന്ന ഓയിലും കാൽസ്യം കാർബൈഡ് രാസവസ്തുവുമാണ്. ഇത് പടർന്നാൽ ഉണ്ടായേക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുമെന്നും വിശദമായി പഠിക്കേണ്ടതുണ്ട്. കടലിൽ എത്രമാത്രം ഇത് പടർന്നിട്ടുണ്ടെന്ന് നിലവിൽ വ്യക്തമല്ല. ഇത് രേഖപ്പെടുത്തി വരുന്നതേയുള്ളൂ. മത്സ്യങ്ങളുടെ ശരീരത്തിൽ പടരാനോ മത്സ്യങ്ങൾ ഇത് ഭക്ഷിക്കാനോ സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ സാഹചര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരുന്നതുവരെ കടൽ മത്സ്യങ്ങൾ ഭക്ഷണക്രമത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. കുഫോസിൽ നിന്നും ഗവേഷണ സംഘം പരിശോധനയ്ക്ക് കടൽവെള്ളമൊക്കെ ശേഖരിച്ചിരുന്നു. എന്നാൽ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിഷാംശം എത്ര പടർന്നുവെന്ന് ഉറപ്പ് ആക്കണമെന്നും ഡോക്ടർ M ബിജുകുമാർ വിശദീകരിക്കുന്നു. കപ്പൽ അപകടത്തെ തുടർന്ന് കേരളത്തിന്റെ വിവിധ തീരങ്ങളിൽ അടിയുന്ന പ്ലാസ്റ്റിക് തരികളെപ്പറ്റിയും അതുണ്ടാക്കാവുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചും കേരള സർവകലാശാലയിലെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ മറൈൻ മോണിറ്ററിംഗ് ലാബിലെ സീനിയർ പ്രൊഫസർ ബിജുകുമാർ സോഷ്യൽ മീഡിയ വഴി വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. 2025 മെയ് 24 ലൈബീരിയൻ പതാകയുള്ള ചരക്ക് കപ്പൽ MSC എൽസ 3 കേരളത്തിലെ കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങുകയായിരുന്നു. കപ്പലിൽ 84.44 മെട്രിക്കൽ ടൺ ഡീസൽ, 367.1 മെട്രിക്കൽ ടൺ ഫർണസ് ഓയിൽ, കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള അപകടകരമായ ചരക്കുകളുടെ 13 കണ്ടെയ്നറുകൾ എന്നിവ ഉൾപ്പെടെ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇത് മുങ്ങിയതിനെ തുടർന്ന് ഏകദേശം 100 കണ്ടെയ്നറുകൾ കരയിലേക്ക് ഒലിച്ചുപോയി. തിരുവനന്തപുരത്തിന്റെ തെക്കുവരെ ഇതെത്തി.
മുൻധാരണയ്ക്ക് വിരുദ്ധമായി തേയില, തുണിത്തരങ്ങൾ തുടങ്ങിയ വിവിധ ഇനങ്ങളും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. ഒപ്പം 2025 മെയ് 27 ചൊവ്വാഴ്ച കൊച്ചുവേളി ബീച്ചിലടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് പ്ലാസ്റ്റിക് തരികളും, അതായത് പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ, നഡിൽസ് എന്നിവയാണ് കണ്ടെത്തിയത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അനുസരിച്ച് ISO 472 2013 പെല്ലറ്റുകളെ നിർവചിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത ബാച്ചിൽ താരതമ്യേന ഏകീകൃത അളവുകളുള്ള മോൾഡിംഗ് എക്സ്ട്രൂഷൻ പ്രവർത്തനങ്ങളിൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന മുൻകൂട്ടി രൂപപ്പെടുത്തിയ ചെറിയ മോൾഡിംഗ് മെറ്റീരിയൽ പിണ്ഡങ്ങൾ എന്നാണ്. മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ നഡിൽസ് എന്നറിയപ്പെടുന്ന ഈ പെല്ലറ്റുകൾ വിവിധ തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന വസ്തുവായാണ് വർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ എന്ന പദം മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അടിസ്ഥാന വസ്തുവായി ഉപയോഗിക്കുന്ന ചെറിയ തരികളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് സാരം. പ്ലാസ്റ്റിക് പെല്ലറ്റുകളെ പ്രാഥമിക മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അവ മനഃപൂർവ്വം ചെറിയ വലുപ്പങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നവയാണ്. സാധാരണയായി 1 മുതൽ 5 മില്ലിമീറ്റർ വരെ വ്യത്യാസമുള്ളവയാണ്. പാക്കേജിംഗ് മുതൽ വാട്ടർ ബോട്ടിലുകൾ, കളിപ്പാട്ടങ്ങൾ, തുണിത്തരങ്ങൾ വരെ അവയെ ഉരുക്കി വാർത്തെടുക്കുന്നു. അവ അന്തർലീനമായി വിഷാംശമുള്ളവയല്ല, പക്ഷേ അവയുടെ ചെറിയ വലുപ്പം, പ്ലവത്വം, മത്സ്യമുട്ടകളോടുള്ള സാമ്യം എന്നിവ സമുദ്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ അദൃശ്യവും അപകടകരവുമായ മലിനീകരണ ഘടകമാക്കുന്നു. മൈക്രോ പ്ലാസ്റ്റിക് നഡിൽസ് പ്രധാനമായും പോളിയെത്തിലീൻ, പോളിപ്രൊഫൈലിൻ, പോളിസ്റ്റൈറൈൻ, പോളിവിനൈൽ ക്ലോറൈഡ് എന്നിവയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അവ മറ്റു പല പ്ലാസ്റ്റിക്കുകളിൽ നിന്നും സിന്തറ്റിക് റെസിനുകളിൽ നിന്നും നിർമ്മിക്കാം. അവയുടെ വൈവിധ്യവും വൈവിധ്യമാർന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലേക്ക് സംസ്കരിക്കാനുള്ള എളുപ്പവുമാണ് ഈ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിന് കാരണം. പ്ലാസ്റ്റിക് തരികൾ കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്. വ്യവസായിക സംസ്കരണത്തിന് തയ്യാറായ രൂപത്തിൽ പ്ലാസ്റ്റിക് വിതരണം ചെയ്യുന്നതിനുള്ള ആഗോള മാർഗവുമാണിത്. ഇവ ഉപയോഗിക്കുന്നത് പാക്കേജിംഗ് മെറ്റീരിയൽ, വീട്ടുപകരണങ്ങൾ, ഓട്ടോമോട്ടീവ് ഭാഗങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയ്ക്കായാണ്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് തരികൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഇത് ആഗോള പ്ലാസ്റ്റിക് വിതരണ ശൃംഖലയുടെ ഒരു പ്രധാന, എന്നാൽ അപകട സാധ്യതയുള്ള ഘടകമാക്കിയാണ് മാറ്റുന്നത്. കണ്ടെയ്നറിനുള്ളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ PAH എന്ന വസ്തുവിന്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മറൈൻ ഗ്യാസ് ഓയിലിനുള്ളിൽ PAH സാന്നിധ്യമുണ്ട്. ഇതടങ്ങിയ മീൻ കഴിച്ചാൽ PAH മനുഷ്യ ശരീരത്തിൽ എത്തുമെന്നതാണ് പ്രശ്നം. PAH അപകടകരമായ അളവിലല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന് ചുവയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ. അതേസമയം വലിയ മീനുകളിൽ PAH സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യത കുറവെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുണ്ട് എന്നാണ് കാരണം. എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ്. PAHന്റെ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുന്നുവെന്നതാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമാണെന്ന് കരുതാൻ കാരണം. ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യത ഉള്ളതാണെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ വലിയ മീനുകളാണെങ്കിൽ പോലും നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുമെന്നതിനാൽ അധികകാലം ഈ ഭീഷണി തുടരില്ലെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കടലിൽ പടരുന്ന എണ്ണ തെക്കൻ കേരളത്തിലെ മത്സ്യ ഉപഭോക്താക്കളെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് ഉയർന്നത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായ മലയാളികൾ കടൽ മത്സ്യം വേണ്ടെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ വറുതിയിലാകും. ദിവസങ്ങൾക്കുള്ളിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിനാൽ പരമ്പരാഗത വള്ളങ്ങൾ മാത്രമാണ് കടലിൽ പോവുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.